ആപ് കെസെ ഹോ മേ ടീക് ഹൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് ചൂട് കാരണം അത് പറയുന്നില്ല. കാര്യത്തിലേക്ക് വരാം. ആപ് കേസെ ഹോ എന്ന് പറയുന്ന പുതിയ സിനിമ, ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുള്ള പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര സിനിമയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതൊരു കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും നടന്ന ഒരു കഥയാണോ. കാരണം ഇതിൻ്റെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടൊരു പരിപാടിയാണ്, ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്ന ഒരു കഥയാണ്. ഈ സിനിമ തന്നെ ഒരു നൈറ്റിൽ മാത്രം നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ആ ഒരു രാത്രി നടക്കുന്നുണ്ട്. ഈ രാത്രി നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് സൂപ്പർഷ്യലായിട്ട് തോന്നും. ചിലപ്പോൾ അത് സിനിമാറ്റിക് എലമെൻസിന് വേണ്ടി കുറച്ച് എഴുതിയിട്ടുണ്ടാവണം എന്തായാലും. എന്നാലും സിനിമ ആസ് എ എന്താ പറയുക ഓഡിയൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാം. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കണ്ടിരിക്കാം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്റ്റി എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ബാച്ചിലർ പാർട്ടിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അന്ന് രാത്രി നടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്രിസ്റ്റി പെടുകയും ക്രിസ്റ്റി ഇതിൻ്റെ മുന്നിലോട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജീവിതത്തിൽ നടക്കുന്ന കുറേ അനവസരത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുമാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ക്രിസ്റ്റി ഇതിൽ അകപ്പെടുന്നതെന്നും ക്രിസ്റ്റിയുടെ ഫ്രണ്ട്സിന്, രണ്ട് ഫ്രണ്ട്സ് ദിവ്യദർശനം അതുപോലെ തന്നെ ജീവൻ ചെയ്തിരിക്കുന്ന ഈ രണ്ട് കഥാപാത്രം എങ്ങനെയാണ് ക്രിസ്റ്റിയെ ഇതിൽ പെടുത്തുന്നത് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പെടുത്തുന്നതല്ല, പക്ഷെ അൺനോയിങ്ലി അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറാവും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ് സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ പറയുന്നത്. ഇതിൽ കുറച്ച് രസമുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പോലീസ് സ്റ്റേഷൻ സീൻസും അതുപോലത്തെ കുറച്ച് പരിപാടികളും രമേശ് പിഷാരടിയും അജു വർഗീസും ഒരു കോമ്പിനേഷനൊക്കെ നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ വർക്കായിട്ടുണ്ട് തിയേറ്ററിൽ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ശ്രീനിവാസനും അതുപോലെ തന്നെ സൈജു കുറുപ്പും വരുന്ന ഒരു ക്ലൈമാക്സിനടുത്ത് ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ മെയിനായിട്ടൊരു പരിപാടി എന്ന് പറയുന്നത്. ശ്രീനിവാസൻ്റെ ഒരു സീൻ ഉണ്ട്, രസമുള്ള സീനാണ്, ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സീനാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈജു കുറുപ്പിൻ്റെയും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സീനുണ്ട്. സൈജു കുറുപ്പും അതുപോലെ തന്നെ രമേശ് പിഷാരടി, അജു വർഗീസ് ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സീൻ സിനിമയുടെ കുറച്ചൊരു ഗതി മാറ്റുന്ന അല്ലെങ്കിൽ സിനിമയുടെ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന കുറച്ച് പരിപാടികളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും സിനിമ വലിയ പ്രശ്നങ്ങളില്ലാതെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സാധാരണ കാണുന്ന ഒരു ഭയങ്കര എൻ്റർടൈനർ ഒന്നുമില്ല, ഭയങ്കര ചിരിമുഹൂർത്തങ്ങളൊന്നുമില്ല, എന്നാലും ചിരിക്കാം, എന്താ പറയുക, സമയം പോവും. അങ്ങനെ 1.25 മണിക്കൂർ മാത്രമുള്ളൊരു സിനിമയാണ്, 2 മണിക്കൂർ കുറവുള്ള ഒരു സിനിമയാണ്. അത്ര സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഭയങ്കര വലിച്ചു നീട്ടേണ്ട സബ്ജക്റ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എഴുത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു പരിപാടി ഭയങ്കര ചെറുതാക്കി നന്നായി എന്നാണ് പറയാം. ചിലപ്പോൾ വേണമെങ്കിൽ 2 മണിക്കൂർ 2.20 ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.